ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. ഒരു നല്ല ചിരിയാണ് നമ്മളിൽ പലരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെ അല്ലേ? ഈ നല്ല ചിരി സമ്മാനിക്കാൻ ഒരു ഡെന്റിസ്റ്റിന് സാധിക്കുമെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് തെറ്റൊന്നും വിചാരിക്കാൻ പറ്റില്ല. കാരണം അത് ശരിയാണ്. ഇന്ന് ഈ ഒരു പുഞ്ചിരി ദിനത്തിൽ എന്നോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ഡോക്ടർ കെ.എൻ. തോമസ്. അദ്ദേഹം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സെൻട്രൽ കൗൺസിൽ മെമ്പറാണ്. ഹായ് ഡോക്ടർ. യെസ്, അപ്പം ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. അപ്പം തീർച്ചയായിട്ടും. ഈ ഒരു പുഞ്ചിരി ദിനത്തിൽ പുഞ്ചിരിയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറയാവോ? ഒരു കാലഘട്ടത്തിൽ ഒട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഫില്ലിംഗ് മെറ്റീരിയൽസ് അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് സിലിക്കേറ്റ് പോലുള്ള പഴയകാല ഫില്ലിംഗ് മെറ്റീരിയൽസ് ആണ്. ഇതിനൊട്ടും ഒരു നാച്ചുറൽ അടുത്ത പല്ലുമായിട്ടുള്ള ഒരു എസ്തെറ്റിക് വാല്യൂ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉളവാകുന്നത്. അതുപോലെ തന്നെ ക്രൗണുകൾ കൊടുക്കുമ്പോൾ സെറാമിക് ക്രൗണുകളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലൈറ്റ് ക്യൂർ കോമ്പസിറ്റ് പല്ലിൻ്റെ 2 ഘടകങ്ങളായിട്ടുള്ള, അതായത് ഇനാമൽ, ഡെൻറ്റിൻ, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിലുള്ള ട്രാൻസ്ലൂസൻസിയിൽ പല തോതിലുള്ള ഇനാമൽ കോമ്പസിറ്റ്സ്, ഹൈ വാല്യൂ ട്രാൻസ്ലൂസൻറ്റ് ഇനാമൽ കോമ്പസിറ്റ്, അതുപോലെ തന്നെ ലോ വാല്യൂ ട്രാൻസ്ലൂസൻറ്റ് ഇനാമൽ കോമ്പസിറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ലൂസൻറ്റ് ഇനാമൽ കോമ്പസിറ്റ്, ഡെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഡെൻറ്റിനൽ കോമ്പസിറ്റ് പല ഷെയ്ഡിലും ലഭ്യമാണ്. പല്ലിൻ്റെ 2 ഘടകങ്ങളായിട്ടുള്ള ഇനാമലും ഡെൻറ്റിനും, അതായത് ഡെൻറ്റിൻ്റെ ഷെയ്ഡിലുള്ള കോമ്പസിറ്റ് ഷെയ്ഡ് ഗൈഡിൻ്റെ സഹായത്തോടുകൂടി ഉൾഭാഗത്ത് തിരഞ്ഞെടുത്ത് അഡാപ്റ്റ് ചെയ്ത ശേഷം പല്ലിൻ്റെ ഉപരിഭാഗത്ത്, ഒരു പോഡിൻ്റെ ഉപരിഭാഗത്ത് ഇനാമൽ കോമ്പസിറ്റ് എൻ്റെ ട്രാൻസ്ലൂസൻസി മനസ്സിലാക്കിയ ശേഷം അഡാപ്റ്റ് ചെയ്ത് പോളിഷിങ്ങിലൂടെ ഒട്ടും അറിയാത്ത വിധത്തിൽ, അതായത് ആ പല്ലിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളിൽ യാതൊരു വ്യതിയാനം വരാത്ത വിധത്തിൽ നമുക്കത് ഫിൽ ചെയ്തെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു നാച്ചുറൽ അപ്പിയറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ ഡബിൾ ലെയർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഡബിൾ ലെയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻറ്റിനൽ കോമ്പസിറ്റിൻ്റെ ആ ഷെയ്ഡ് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഇനാമൽ കോമ്പസിറ്റിലൂടെ ഒരു മോഡിഫൈഡ് പാറ്റേണിൽ ഉപരിതലത്തിലേക്ക് വരുന്നു. പിന്നീട് പോളിഷിങ്ങിലൂടെ നമ്മൾ അതിൻ്റെ വാല്യൂ, അതായത് ബ്രില്യൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്, കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഷ്വൽ ഇല്യൂഷനാണ്. നമുക്ക് ചെയ്തത് എവിടാണെന്ന് അറിയാത്ത വിധത്തിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഇനി ഈ ഒരു ഡെന്റിസ്റ്റിന് നമ്മുടെ പുഞ്ചിരി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? പല്ലിൻ്റെ കോർണർ ഫ്രാക്ചറായി ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഷ്യന് വളരെ മനപ്രയാസം ഉളവാക്കുന്ന ഒന്നാണ് ആ കോർണർ ഫ്രാക്ചർ. ചിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്റേ എടുത്ത് പൾപ്പ് ഇൻവോൾവ്മെൻറ്റ്, അതായത് ഉൾഭാഗത്തുള്ള പൾപ്പ് ഇൻവോൾവ് ആണോ അല്ലയോ എന്ന് നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ആവശ്യതയുണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ കുറച്ച് മാത്രമേ ഫ്രാക്ചർ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഡബിൾ ലെയർ ഇഫക്റ്റും ഉണ്ട്. അതായത് ഉൾഭാഗത്ത് ഡെന്റൽ കോമ്പസിറ്റും ഉപരിതലത്തിൽ ഇനാമൽ കോമ്പസിറ്റും ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഇനാമൽ കോമ്പസിറ്റ് നൽകിയ ശേഷം പോളിഷിങ്ങിലൂടെ നമുക്കതിൻ്റെ മനോഹാരിത കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് 2 പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവുകൾ, മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന് പറയുന്നത്. മിഡ് ലൈൻ ഡയസ്റ്റീമയുടെ പ്രധാന കാരണം ഹൈ ഫ്രനൽ അറ്റാച്ച്മെൻറ്റ്. എന്താണ് ഈ ഹൈ ഫ്രനൽ അറ്റാച്ച്മെൻറ്റ്? അതായത് മേൽചുണ്ടിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഉള്ള ഒരു ദശ 2 പല്ലിൻ്റെ ഇടയിലേക്ക്, മുൻഭാഗത്തെ 2 പല്ലിൻ്റെ ഇടയിലേക്ക് കൂടുതലായിട്ട് കയറി കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്പേസ് അങ്ങനെ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഇത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ സർജിക്കലായിട്ട് ആ ഫ്രെനക്ടമി എന്നുള്ള പ്രൊസീജിയർ, അതായത് ആ ദശ കൂടുതലായിട്ട് കയറി കിടക്കുന്നത് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. എന്നാൽ ഈസ്തെറ്റിക് ഡെന്റിസ്ട്രിയിൽ ഈ ഫ്രെനക്ടമി ചെയ്യാതെ തന്നെ ഡബിൾ ലെയർ ഇഫക്റ്റ് കൊണ്ട് പാർശ്വവശങ്ങളിൽ, 2 പല്ലിൻ്റെ പാർശ്വവശങ്ങളിൽ നിന്ന് കോമ്പസിറ്റിൻ്റെ ഡബിൾ ലെയർ ഇഫക്റ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനത്തോടു കൂടി പല്ലിൻ്റെ വീതി കൂട്ടാതെ തന്നെ നമുക്കത് നിശേഷം ക്ലോസ് ചെയ്യാൻ സാധിക്കും. മുൻവശ പല്ലിൻ്റെ ഉപരിതലത്തിൽ കുറച്ച് പാടുകൾ, ചില കുഴിവുകൾ, വൈറ്റ് പാച്ചസ്, അതായത് വെള്ളപ്പാടുകൾ കൂടുതലായിട്ട് വരുന്ന ഡെൻ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉളവാകുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഒരു മിനിമം ഇൻവേസീവ് ടെക്നിക്കായിട്ടുള്ള കോമ്പസിറ്റ് വെനിയർ കൊണ്ട് നമുക്കത് മാറ്റുവാൻ സാധിക്കും. എന്താണ് ഈ മിനിമം ഇൻവേസീവ് ടെക്നിക്ക്? അതായത് പല്ലിൻ്റെ ക്രൗണൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് 2 to 3 മില്ലിമീറ്ററാണ് ക്രൗൺ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പേഷ്യൻ്റെ പല്ലിനെ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കുന്നത്. എന്നാൽ കോമ്പസിറ്റ് വെനിയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ മുൻവശത്തു നിന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മാറ്റാറുള്ളൂ. അതായത് ഒരു 0.5 മില്ലിമീറ്റർ മിഡിൽ പോർഷനിൽ നിന്നും മധ്യഭാഗത്തു നിന്നും 0.3 മില്ലിമീറ്റർ പല്ലിൻ്റെ
ബോണയോട് ചേരുന്ന ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഗ്രഭാഗത്തു നിന്നും ഒരു 0.7 മില്ലിമീറ്റർ മാത്രമേ നമ്മൾ നിശേഷം മാറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ മിനിമം ഇൻവേസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നീട് ഡബിൾ ലെയർ ഇഫക്റ്റ് കൊണ്ട് നമുക്ക് നിശേഷം ഒട്ടും അറിയാത്ത വിധത്തിൽ ഷെയ്ഡ് സെലക്ഷൻ, ഷെയ്ഡ് ഗൈഡിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് വളരെ ഭംഗിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പര്യവസാനിപ്പിക്കുവാൻ സാധിക്കും. സർ, ഈ സ്മൈൽ ആർക്ക് കറക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്നൊന്ന് പറയാമോ? അത് മുൻവശത്തെ മുകളിലത്തെ പല്ലുകളുടെ അഗ്രഭാഗത്തോടുകൂടി ഒരു ഇമാജിനറി ലൈൻ, ഒരു കർവച്ചർ ലൈൻ, അത് താഴത്തെ ലിപ്പിൻ്റെ കർവച്ചർ ലൈനുമായിട്ട് സമാന്തരമായിരിക്കും. അതിന് കൺസോണൻ്റ് ആർക്ക് എന്നാണ് പറയുന്നത്. ഇത് സ്മൈൽ ഡിസൈനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ആ വ്യക്തിക്ക് പ്രായമേറും തോറും മുൻവശത്തെ പല്ലുകൾ തേയ്മാനം സംഭവിക്കും, അതായത് അട്രീഷൻ എന്ന് പറയും. അപ്പോൾ ആ കർവച്ചർ ലൈൻ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ലൈനായിട്ട് പരിണമിക്കുകയും ചെയ്യും. അതിന് നോൺ കൺസോണൻ്റ് ആർക്ക് എന്നാണ് പറയുന്നത്. എങ്ങനെ ഈ നോൺ കൺസോണൻ്റ് ആർക്കിനെ കൺസോണൻ്റ് ആർക്ക്, അതായത് പാരലിസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനാണ് സ്മൈൽ ആർക്ക് കറക്ഷൻ എന്ന് പറയുന്നത്. സ്മൈൽ ആർക്ക് കറക്ഷൻ സ്മൈൽ ഡിസൈനിങ്ങിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്മൈൽ ഡിസൈനിങ്ങിന് വേണ്ടി, അതായത് എൻ്റെ ചിരി നന്നായിട്ട് ആകണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഒരു എസ്തെറ്റിക് ഡെന്റിസ്റ്റിനെ സമീപിക്കുമ്പോൾ ആദ്യം ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് പേഷ്യൻ്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ലാറ്ററൽ വ്യൂ സൈഡിൽ നിന്നുള്ളതെല്ലാം എടുത്ത ശേഷം ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി എന്തെല്ലാം ന്യൂനതകളാണ് ആ കമ്മീഷൻ സ്മൈൽ, അതായത് നന്നായിട്ട് സ്മൈൽ ചെയ്യുമ്പോൾ ഉള്ള അപാധകൾ ഏതെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കും. 8 കമ്പോണൻ്റാണ് ഒരു ബാലൻസ് സ്മൈലിന്, ഒരു നല്ല സ്മൈലിന് വേണ്ടത്. സ്മൈൽ ആർക്ക് കറക്ഷൻ, അതായത് കോമ്പസിറ്റ് വെനിയർ കൊണ്ട് പട്ടി ഇൻഡെക്സ് ടെക്നിക്ക് എന്ന് പറയും. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ സ്മൈൽ ആർക്ക് കറക്ഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്ത് ഒരു പേഷ്യൻ്റിന് ഒരു നല്ല പുഞ്ചിരി സമ്മാനിക്കാൻ തന്നെ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ലോക പുഞ്ചിരി ദിനത്തിൽ ഒരു പുഞ്ചിരി എങ്ങനെ അടിപൊളിയാക്കാം എന്നതിനെ കുറിച്ചാണ് ഡോക്ടർ കെ എൻ തോമസ് നമ്മളോട് സംസാരിച്ചത്. അപ്പം എന്തായാലും താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു പുഞ്ചിരി ദിനത്തിൽ ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ.